ഹലോ മുത്തുമുള്ള എന്തൊക്കെ പാട് പോലെ ചെറിയൊരു എന്താ പറയുക ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ കളങ്കാവലി മൂവി അതിൻ്റെ റിലീസ് നീട്ടി വെച്ചിരുന്നു. അതായത് നവംബർ 27-നാണ് അതിൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അതായത് വേൾഡ് വൈഡായിട്ട് നവംബർ 27-നാണ് അതിൻ്റെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ റിലീസ് നീട്ടി വെച്ചിരുന്നു. നമുക്കറിയാം, മമ്മൂക്കയുടെ 8 മാസത്തിന് ശേഷം റിലീസാകാൻ പോകുന്ന മൂവിയാണ് കളങ്കാവലി. ഈ ചിത്രം ഒരുപാട് പ്രത്യേകതകളും പ്രതീക്ഷകളും ഏറെയുള്ള ചിത്രമാണ്. മമ്മൂക്ക നെഗറ്റീവ് വേഷം ചെയ്യാണ്, അതിലുപരി ഇതിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ വിനായകൻ. അപ്പോൾ തന്നെ നമുക്കൊരുപാട് പ്രതീക്ഷകളാണ്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ടീസർ വന്നപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു അനുഭൂതി നമുക്ക് കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ മമ്മൂക്ക ലാസ്റ്റ് പോർഷനിൽ ഒരു ഡയലോഗിലൂടെ മാത്രം അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു ഇരുട്ടിൻ്റെ വെളിച്ചത്തിൽ മാത്രം അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റി. അല്ലാതെ അതായത് ഫുള്ളായിട്ട് പോലും കാണിച്ചില്ല. എന്നിട്ടും ആ ട്രെയിലർ ഭയങ്കര സംഭവം. അതായത് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആ ക്യാരക്ടറിന് അത്രത്തോളം സിനിമയിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആ സ്പോയിലർ ആവാത്ത രീതിയിൽ അവരുടെ ട്രെയിലർ അടക്കം റിലീസ് ചെയ്തത്. പിന്നെ മാത്രമല്ല, അതിൻ്റെ ഓരോ പോസ്റ്റേഴ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും ഇയാൾ, ഈ സിനിമയിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചിത്രം റിലീസ് നീട്ടി. കാരണം എന്താ? ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം അതാണ്. കാരണം കളങ്കാവലി റിലീസ് നീട്ടിക്കണ്, കളങ്കാവലി റിലീസ് മാറ്റിയിട്ട് ജനുവരി 22-ാം തീയതി ആക്കിക്കണ്. എന്താണ് പിന്നെ പ്രൊമോഷനൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, നവംബർ 27-ന് തന്നെ നമ്മുടെ കളങ്കാവലി റിലീസ് ചെയ്യും. കാരണം അത് ഏകദേശം ഒരുപാട് മുമ്പ് തന്നെ അത് പ്ലാൻ ചെയ്ത് എല്ലാം തിയേറ്ററൊക്കെ ചാർട്ടിങ് ചെയ്ത സംഭവമാണ്. നമ്മളെ കാന്ത റിലീസുള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. അല്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് റിലീസാവേണ്ട പടമാണ്. കാരണം അത് സെയിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് വിതരണം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു റിലീസ് അവർ ഒരു ഒപ്പം റിലീസ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അവരതിൻ്റെ റിലീസ് ഒന്ന് ബാക്കിലോട്ടാക്കിയത്. അപ്പോൾ കാന്ത റിലീസായി ഏകദേശം കുറച്ചായി. അപ്പോൾ അതിന് ശേഷം വരാൻ നിൽക്കുന്നതിന് എല്ലാ തിയേറ്ററിലും മാക്സിമം തിയേറ്ററിൽ അവർ ചാർട്ട് ചെയ്ത് അതിൻ്റെ പോസ്റ്റേഴ്സും എല്ലാം തിയേറ്ററുകളിലൊക്കെ വന്നിക്കണ്. അപ്പോൾ അതിൻ്റെ റിലീസൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് വെച്ചിട്ട് അതിൻ്റെ റിലീസൊന്നും കിട്ടിയിട്ടില്ല. അത് നവംബർ 27-ന് തന്നെ നമുക്ക് മുന്നിലെത്തും. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള പ്രൊമോഷനും കാര്യങ്ങളില്ല എന്നുള്ള ഒരുപാട് പേർക്കുള്ള, പ്രത്യേകിച്ച് മമ്മൂക്ക ഫാൻസിന് തന്നെ അതിനൊരു ഡൗട്ടുണ്ട്. അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഈ ചിത്രത്തിൻ്റെ ഒരുപാട് പോസ്റ്റേഴ്സ് വന്നു, ടീസർ വന്നു, ട്രെയിലർ വന്നു. ഇനി ഒരു 2-3 ദിവസം, ഒരു 3-4 ദിവസമായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളും അപ്ഡേഷൻ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, മമ്മൂക്ക ചില അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വർക്കും, പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഇതിൻ്റെ ഇടയിലൂടെ മമ്മൂക്ക 2-3 സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പാട്രിയോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഛത്താപ്പച്ച, പാട്രിയോട്ടിൻ്റെ കൊച്ചി ഷെഡ്യൂൾ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഛത്താപ്പച്ചയുടെ ഷൂട്ടിങ് തീർന്നിട്ട്, പക്ഷെ ഇതിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളും ബാക്കിയുണ്ടായിരുന്നു. ഇനി മമ്മൂക്ക് ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങൾ ഏകദേശം നാളെ, അല്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച, നാളെയാണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്, നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് അദ്ദേഹം വരും. മാക്സിമം നല്ല രീതിയിലുള്ള എല്ലാ, അത് പ്രത്യേകിച്ച് രമേശ് പിഷാരടിയത്തുള്ള പേളിമണി ഒരുപാടൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അല്ല അതിൻ്റെ പ്രൊമോഷനിലൊന്നും മാറിയല്ല. അതെന്താ വെച്ചാൽ റിലീസ് 27-ാം തീയതി, ഏകദേശം ഇനിയും ഒരു 7 ദിവസത്തെ, അതായത് ഒരു ആഴ്ചയുടെ വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ തന്നെ അത് പ്രൊമോഷൻ ചെയ്തിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ അത് നട്ടൊരു ഇത് മങ്ങണ്ട എന്നുള്ള രീതിയിലാണ് അവരൊന്ന് ഡിലേ ആക്കിയത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിൻ്റെ ഓൺലൈൻ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരും. മമ്മൂക്ക തന്നെ നേരിട്ട് വരും, അതിലൊന്നും സംശയം വേണ്ട. ചിത്രം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ്. റിലീസ് നീട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം അതിന് നീട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം ഒരുപാട് ഇപ്പം ഇങ്ങനെ നീട്ടി, കാരണം ഇത് ഒരുപാട് മുമ്പ് വരേണ്ട പടം ഇനി ഇങ്ങനെ നീട്ടി കൊടുക്കാൻ മാത്രം ഇതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നവംബർ 27-ന് വരും. ആരും പേടിക്കണ്ട, വെയിറ്റ് ചെയ്തോളി. ഒരു സംഭവമായിട്ട് തന്നെ വരും. അതിലൊന്ന് പിന്നെ ഫാൻ ഷോ എന്തായാലും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ, അതൊരു അങ്ങനെ ഒരു ഫാൻ ഷോ വെച്ചാലുള്ള പ്രശ്നം ഈ സിനിമക്ക് എന്താ വെച്ചാൽ, ഈ സിനിമ ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. ഇത് നമ്മൾ ഈ പുലർച്ചയ്ക്ക് ഇതിൻ്റെ ഫാൻ ഷോ വെച്ചാൽ ഒരുപാട് ഫാൻസ്, ഇദ്ദേഹത്തെ എതിർക്കുന്നവരുണ്ടാവും, അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പുലർച്ചെ 4 മണി, 5 മണി, 6 മണിക്കൊക്കെ ഫാൻ ഷോ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ഒരു വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഈ സിനിമയെ തകർക്കണം എന്നുള്ള ഒരുപാട് വ്യക്തികളുണ്ട്.
ഇങ്ങനെയുള്ള കച്ചകെട്ടി ഇറങ്ങിയ കുറേ ടീമുകളുണ്ട്. അപ്പോൾ അവർ ഈ ഫാൻ ഷോ ഒക്കെ വെക്കുമ്പോൾ രാവിലെ ഇതിൻ്റെ സ്പോയിലേഴ്സായിട്ടും, അതായത് ഒരു സാധാരണ നോർമൽ നോൺ ഷോ കാണുന്ന ആൾക്കാരും അതുപോലെ മാറ്റിനി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ സാധാരണ നോർമൽ ഒരു പടങ്ങൾ അധികം ആൾ ഇതിന് സ്പോയിലേഴ്സ് അവർ പുറത്തു വിടില്ല. പക്ഷെ ഇവരെന്താ കാട്ടുക വെച്ചാൽ ഇതിൻ്റെ സ്പോയിലറും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഈ സിനിമയുടെ ഒരു രസച്ചരട അവർ പൊട്ടിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് ഫാൻ ഷോ. അല്ലാതെ ഒരു മാസ് പടമൊക്കെ ആണെങ്കിൽ അവർ എന്തായാലും ഇതിന് ഫാൻ ഷോ. ഒരു ക്രൈം ആക്ഷൻ ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ ഇത് സസ്പെൻസും ഒരുപാടുണ്ട്, സ്പോയിലേഴ്സ്. അതാണ് ട്രെയിലറിലും കൂടി അങ്ങനെ കാണിച്ചത്. അതുകൊണ്ടാണ് ഇത് ഫാൻ ഷോ ഇല്ലാത്തത്, അല്ല വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ആരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണ്ട. എന്തായാലും നിങ്ങൾ ഞെട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമുണ്ട. പടം നവംബർ 27 തിയേറ്ററിലെത്തും. വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളി. ഡൗട്ടുള്ളവരൊന്ന് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യും. ഓക്കെ.